വെൽക്കം ബാക്ക് ടു കേരള ടെക് അക്കാഡമി. നമ്മുടെ ഷുവർ ഷോട്ട് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 5 വർഷത്തെ PSC AE പേപ്പറുകൾ നോക്കിയാൽ ഇലക്ട്രിക്കൽ മെഷീൻസിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ന്യൂമറിക്കൽ ചോദിച്ച ഏരിയ ഏതാണെന്ന് അറിയാമോ? അത് ഇൻഡക്ഷൻ മോട്ടോർ സ്ലിപ്പുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ്. അടുത്ത 3 മിനിറ്റിൽ ഈ ടോപ്പിക്കിലെ ഏത് ചോദ്യവും 30 സെക്കൻഡിൽ സോൾവ് ചെയ്യാനുള്ള ട്രിക്കാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. സോ ആദ്യം കോർ കൺസെപ്റ്റ്സ്. ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടർ സ്റ്റേറ്റർ ഉണ്ടാക്കുന്ന RMF, അതായത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ സ്പീഡിൽ കറങ്ങില്ല. എപ്പോഴും അതിനേക്കാൾ അല്പം പുറകിലായിരിക്കും. ഈ സ്പീഡിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം സോൾവ് ചെയ്യാൻ നമുക്ക് ആകെ 3 ഫോർമുലകൾ മാത്രം മതി. ഫോർമുല 1, സിങ്കർണസ് സ്പീഡ്, അതായത് NS ഈക്വൽ ടു 120 F/P. അതിൽ F എന്താണ്? സപ്ലൈ ഫ്രീക്വൻസി, P എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ്. ഇനി ഫോർമുല 2, സ്ലിപ്പ്, അതായത് S ഈക്വൽ ടു NS മൈനസ് NR ഡിവൈഡഡ് ബൈ NS. ഇവിടെ NR ആണ് റോട്ടറിന്റെ യഥാർത്ഥ സ്പീഡ്. ഇനി മൂന്നാമത്തെ ഫോർമുല, റോട്ടർ ഫ്രീക്വൻസി, അതായത് FR ഈക്വൽ ടു S ഇൻറ്റു F. റോട്ടറിൽ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി സ്ലിപ്പിനെ ആശ്രയിച്ചായിരിക്കും. ഇനി ഈ ഫോർമുലകൾ ഉപയോഗിച്ച് ഏത് ചോദ്യവും സോൾവ് ചെയ്യാനുള്ള PSC സോൾവിംഗ് സ്ട്രാറ്റജി നോക്കാം. വെറും 3 സ്റ്റെപ്പുകൾ മാത്രം. സ്റ്റെപ്പ് 1, ആദ്യം എപ്പോഴും സിങ്കർണസ് സ്പീഡ്, അതായത് NS കണ്ടുപിടിക്കുക. ചോദ്യത്തിൽ പോൾസ് തന്നിട്ടില്ലെങ്കിൽ തന്നിരിക്കുന്ന റോട്ടർ സ്പീഡിന്റെ തൊട്ടുമുകളിലുള്ള സ്റ്റാൻഡേർഡ് സിങ്കർണസ് സ്പീഡ്, അതായത് 3000, 1500, 1000 RPM എടുക്കുക. ഇതാണ് PSCയിലെ പ്രധാന ട്രിക്ക്. സ്റ്റെപ്പ് 2, കിട്ടിയ NS വെച്ച് നമ്മൾ സ്ലിപ്പ്, അതായത് S കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 3, അവസാനം ആ സ്ലിപ്പ് ഉപയോഗിച്ച് റോട്ടർ ഫ്രീക്വൻസി FR കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് 2023 ഈ PSC ചോദ്യം നോക്കാം. എ 3-phase 50 Hz ഇൻഡക്ഷൻ മോട്ടോർ ഹാസ് എ ഫുൾ ലോഡ് സ്പീഡ് ഓഫ് 1440 RPM. സ്ലിപ്പും ഫ്രീക്വൻസി, അതായത് റോട്ടർ ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. നമ്മുടെ 3 സ്റ്റെപ്പ് മാസ്റ്റർ പ്ലാൻ അപ്ലൈ ചെയ്യാം. സ്റ്റെപ്പ് 1, NS കണ്ടെത്തുക. ഇവിടെ പോൾസ് തന്നിട്ടില്ല. റോട്ടർ സ്പീഡ് 1440 RPM ആണ്. 50 ഹെർട്സിൽ നിന്ന് തൊട്ടുമുകളിലുള്ള സ്റ്റാൻഡേർഡ് സിങ്കർണസ് സ്പീഡ് ഏതാണ്? 1500 RPM. അപ്പോൾ NS ഈക്വൽ ടു 1500 RPM. ഇനി സ്റ്റെപ്പ് 2, ഫൈൻഡ് സ്ലിപ്പ്. അപ്പോൾ S ഈക്വൽ ടു, അതായത് നമ്മൾ സ്ലിപ്പ് കണ്ടെത്തുക. S ഈക്വൽ ടു NS മൈനസ് NR ബൈ NS. 1500 മൈനസ് 1440 ഡിവൈഡഡ് ബൈ 1500. നമുക്ക് 4% സ്ലിപ്പ് കിട്ടും. ഇനി എന്താണ്? സ്റ്റെപ്പ് 3, ഫൈൻഡ് റോട്ടർ ഫ്രീക്വൻസി, അതായത് FR. FR ഇസ് ഈക്വൽ ടു F ഇൻറ്റു F. S എന്താണെന്ന് അറിയാം, നമ്മൾ കണ്ടെത്തി. F എന്താണെന്ന് അറിയാം, 50 ഹെർട്സ്. അപ്പോൾ നമുക്ക് എന്താണ്? 2 ഹെർട്സ് എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? 4% സ്ലിപ്പും 2 ഹെർട്സ് റോട്ടർ ഫ്രീക്വൻസി. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകൾ ഓർത്തു വയ്ക്കുക. ഫൈൻഡ് NS, then find S, and then finally find FR. ഈ ഒരൊറ്റ ഓർഡർ മതി നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ. ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഗ്യാരണ്ടീഡ് ടോപ്പിക്കുമായി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.